ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്ന 2026 ആഗസ്റ്റ് മാസഫലം ധനു കുറുകാർക്കും ധനു ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്കും ധനു ലഗ്നക്കാർക്കും ആഗസ്റ്റ് മാസം എങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫലം പറയുന്നതിന് മുമ്പ് ആഗസ്റ്റ് മാസത്തിലെ ഈ ധനുക്കുറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ധനുക്കൂറ് ധനലഗ്നം എന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ്. ആ ഗുരു ഇപ്പോൾ അഷ്ടമത്തിലെ ഉച്ചരാശിയിലാണ്. സൂര്യൻ ആഗസ്റ്റ് 17 അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറും. ചൊവ്വ ആഗസ്റ്റ് 2 7 രാശി മാറും. ബുധൻ ആഗസ്റ്റ് 5 8 ആഗസ്റ്റ് 22 9 രാശി മാറും. ശുക്രൻ ആഗസ്റ്റ് 1 10 രാശി മാറുന്നു. നീചരാശിയിലേക്കാണ് ശുക്രൻ രാശി മാറുന്നത്. ശനി 4 വക്രഗതിയിലാണ്. രാഹു 3 കേതു 9 സ്ഥിതി തുടരുന്നു. അതായത് ശുക്രൻ, കുജൻ, ബുധൻ, സൂര്യൻ ഈ നാല് ഗ്രഹങ്ങൾക്കാണ് ആഗസ്റ്റ് മാസത്തിൽ രാശി മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി വെച്ച് എങ്ങനെയാണ് ധനുക്കുറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം. ജന്മലഗ്ന രാശ്യാധിപൻ അഷ്ടമത്തിലാണ്, പക്ഷേ ഉച്ചരാശിയിലാണ്. അപ്പോൾ പൊതുവെ നമുക്കല്പം ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയമാണ്. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു പരിവർത്തനത്തിൻ്റെ സമയമെന്ന് പറയാം. അപ്പോൾ സുഖസ്ഥാനത്ത് ശനി വക്രത്തിലാകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ടകശനി സമയം ആണ്. അപ്പോൾ ആ ശനി 4 വക്രസ്ഥിതിയിലാകുന്നതും അതുപോലെ ആ ഗുരു 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 4 ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ഈ ശനിയുടെ ദോഷം 4 ശനി നിൽക്കുക വഴി ഉണ്ടാകാവുന്ന ആ കണ്ടകശനി ദോഷമൊക്കെ നമുക്ക് മാറും. മാത്രമല്ല നമ്മുടെ ഹാബിറ്റ്സിൽ നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊക്കെ ഒരു മാറ്റം വരും. മാനസികമായിട്ടുള്ള സ്ട്രെസ്, ഭയം ഇവയൊക്കെ മാറുന്നതിന് 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 4 ദൃഷ്ടി ചെയ്യുന്നത് സഹായകമാകും. പൊതുവെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു സഡനായിട്ടുള്ള മാറ്റം ആഗസ്റ്റ് മാസത്തിൽ പ്രതീക്ഷിക്കാം. ജന്മരാശിയിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്, ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പൊതുവെ അപ്പം അഗ്രസീവ് എനർജി ഈ സമയത്ത് കൂടാം. അതുകൊണ്ട് നമ്മൾ ഒന്ന് സംസാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ഫാറ്റി ആയിട്ടുള്ള ഫുഡ്, അതുപോലെ മധുര പലഹാരങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ദൂരയാത്രകളിൽ നമുക്ക് ശ്രദ്ധ വേണം. ഡ്രൈവിങ്ങിലൊക്കെ കെയർ വേണം. അതുപോലെ ചിലർക്ക് ആദ്യ പകുതി ഈ 9ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് ആദ്യ പകുതി എന്നുള്ളത് കൊണ്ട് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. ചിലർക്ക് ഈ ജന്മലഗ്ന രാശ്യാധിപൻ അഷ്ടമത്തിലാണ് ഉച്ചസ്ഥിതി വരുന്നത്. അഷ്ടമരാശി എന്ന് പറഞ്ഞാൽ ജലരാശിയാണ്. അപ്പോൾ ചിലപ്പോൾ ജലജന്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നം, ചെറിയ ഇൻഫെക്ഷൻ, കോൾഡ്, കഫ, അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോവുക. ഇനി തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ, ആ ബുധൻ 7, 8, 9 രാശികളിൽ സഞ്ചരിക്കുകയാണ്. ബുധൻ 7ാം ഭാവാധിപനുമാണ്. അപ്പോൾ കർമ്മകാരകനായിട്ടുള്ള ശനി 4 വക്രത്തിൽ സഞ്ചരിക്കുന്നു. 6ാം ഭാവാധിപനായ ശുക്രൻ 10 ആണ്, നീചസ്ഥിരനാണ്. അപ്പോൾ 10 വക്രശനിയുടെ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും 10 അപ്പോൾ തൊഴിലിൽ പൊതുവെ ഈ ഒരു സുഖക്കുറവ് നമുക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. വർക്ക് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കാൻ ഒരു കാലതാമസം ഉണ്ടായെന്ന് വരാം. തൊഴിലിൽ പ്രത്യേകിച്ച് തൊഴിലിടത്ത് അഗ്രസീവ് എനർജി കൂടാതെ നോക്കണം. കാരണം ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് 10. അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടിയുണ്ട്, വക്രശനിയാണ്. അതുപോലെ 10 നിൽക്കുന്ന ശുക്രനാണെങ്കിൽ നീചസ്ഥിതനുമാണ്. അതേസമയം ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ ആഡിറ്റിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതുപോലെ കോൺഫിഡൻഷ്യൽ വർക്ക് ചെയ്യുന്നവർ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ഇൻഷുറൻസ്, ബാങ്കിങ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്,
അവർക്കൊക്കെ പൊതുവെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം നമുക്ക് ഈ സമയത്ത് നമുക്ക് ഈ തൊഴിലിടത്തൊക്കെ ഒരു ഓവർ കമ്മിറ്റ്മെൻ്റൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു കെയർ കൊടുക്കണം. കുജൻ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് കുജൻ്റെയൊക്കെ ദൃഷ്ടി ജന്മരാശിയിലൊക്കെ വരുമ്പോൾ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ നമുക്ക് തരും. കുജൻ 5ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന വർക്കിൽ ഒരു ഫോക്കസൊക്കെ കൂടുന്ന സമയം കൂടെയാണ്. അതുപോലെ തന്നെ മേധാവിയുമായിട്ട് നമ്മുടെ മേലുദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ കഴിവതും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. കർമ്മസ്ഥാനത്ത് ചൊവ്വയുടെ ദൃഷ്ടി, അതുപോലെ ചൊവ്വയാണെങ്കിൽ 12ാം ഭാവാധിപനും കൂടിയാണ്. അപ്പം നമുക്ക് അത് പ്രത്യേകിച്ച് ഈ കർമ്മസ്ഥാനത്ത് തൊഴിലിടത്ത് നമ്മുടെ മേധാവിയായിട്ട് വരുന്നത് സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വഴിയൊക്കെ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ത്രീ സൗഹൃദങ്ങളിൽ നമ്മളൊരു കെയർ വേണം, പ്രത്യേകിച്ച് തൊഴിലിടത്ത്. അതൊക്കെ ചിലപ്പോൾ ഓവർ കമ്മിറ്റ്മെൻറ്റിനൊക്കെ ഇടയാകും. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. അവസാനത്തെ പകുതി സൂര്യൻ 9ലേക്ക് മാറുകയാണ്. അപ്പോൾ ഭാഗ്യഭാവാധിപൻ അഷ്ടമത്തിൽ നിന്ന് 9ലേക്ക് മാറുന്നു. അവസാനത്തെ വാരമൊക്കെ ആകുമ്പം 10ാം ഭാവാധിപനായിട്ടുള്ള ബുധനും 9ലേക്ക് മാറുകയാണ്. അത് ഈ തൊഴിലിൽ ഒരു സഡൻ മാറ്റത്തിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. തൊഴിലിൽ ചില ഭാഗ്യ അനുഭവങ്ങൾ അവസാനത്തെ വാരം നമുക്ക് പ്രതീക്ഷിക്കാം. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സ്ഥിതിയാണ്. കഴിവതും ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഒഴിവാക്കി പോകണം. സീനിയേഴ്സുമായിട്ട് നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ, മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ കഴിവതും അഗ്രസീവ് എനർജി കൂടാതെ നോക്കണം. അത് നമുക്ക് മേലുദ്യോഗസ്ഥരുടെ ഗൈഡൻസ് നമുക്ക് കിട്ടുന്നതിനും അതുവഴി നമുക്ക് ചില ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷകർക്ക് ആദ്യവാരവും അവസാനത്തെ വാരവും ഗുണാനുഭവം കൂടും. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ ബുധനാണ്. ബുധൻ 7ാം ഭാവാധിപനുമാണ്. ആദ്യം ആ ബുധൻ 7ലാണ് സഞ്ചരിക്കുന്നത്. ആഗസ്റ്റ് 5 മുതൽ 8ലേക്ക് മാറുന്നു. പിന്നെ ആ ബുധൻ 9ലേക്ക് മാറുന്നു. അപ്പോൾ 7, 9 രാശികളിലാണ് പ്രത്യേകിച്ച് ബുധൻ വരുന്നു എന്നുള്ളത് ഗുണം ചെയ്യും. 2, 3 വാരങ്ങളിൽ ആദ്യത്തെ വാരവും അവസാനത്തെ വാരവും വളരെ ഗുണം ചെയ്യും. അതേസമയം 2ാമത്തെ 3ാമത്തെ വാരങ്ങളിൽ ഈ ബുധൻ അഷ്ടമത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവിടെ നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം. ആ സമയത്ത് 2, 3 വാരങ്ങളിൽ ബിസിനസ് എക്സ്പാൻഷന് അത്രത്തോളം അനുകൂല സമയമല്ല. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സുമായിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ പുത്തൻ സംരംഭങ്ങൾ തുടങ്ങുന്നവർ കഴിവതും അത് ആദ്യവാരമോ അവസാനത്തെ വാരമോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ പൊതുവേ നമുക്ക് റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സമയത്ത് കുറയ്ക്കുന്നതാണ് നല്ലത്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ എന്ന് പറയുന്നത് ബുധനാണ്. ആ ബുധൻ 7, 8, 9 രാശികളിലൂടെ പോവുകയാണ്. അത് പൊതുവെ നമുക്ക് ഗുണം ചെയ്യും. ബുധൻ അഷ്ടമത്തിലൂടെ പോയാലും പഠനത്തിനത് ദോഷം ചെയ്യില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലൊക്കെ ആഴത്തിലുള്ള അറിവൊക്കെ സ്വായത്തമാക്കാൻ അത് സഹായകമാണ്. 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7ലാണ്. പഠനത്തിൽ അത് ഫോക്കസ് കൂടും. കാരണം 5ാം ഭാവാധിപൻ ത്രികോണ ഭാവാധിപൻ കേന്ദ്ര രാശിയിലേക്ക് വരുന്നു. അപ്പോൾ പഠന വിഷയത്തിൽ പൊതുവേ നമുക്ക് ഒരു ഡീപ്പായിട്ടുള്ളൊരു നോളജ് ഉണ്ടാകുന്ന സമയമാണ്. പുത്തൻ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. ഉന്നത പഠനം, ഗവേഷണം നടത്തുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ആഗസ്റ്റ് മാസത്തിൽ പ്രതീക്ഷിക്കാം. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അവസാനത്തെ പകുതി പ്രത്യേകിച്ച് സീനിയർ അധ്യാപകർ, ഗുരുക്കന്മാർ, അവരോടൊക്കെ നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ഒരു കെയർ വേണം. 3ലൊക്കെ രാഹു ഉണ്ട്. 3ലേക്ക് സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് അവസാനത്തെ പകുതി. അപ്പോൾ രാഹു, സൂര്യൻ ശത്രുഗ്രഹങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ അത് 6ാം ഭാവാധിപമായ ശുക്രൻ നീചരാശിയിലും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് കഴിവതും കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ധനസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ധനപരമായിട്ട് നോക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ശനി, ആ ശനി 4 ആണെങ്കിലും വക്രത്തിലാണ്. ബുധൻ, കുജൻ,
സൂര്യൻ, ഗുരു, ഈ 4 ഗ്രഹങ്ങൾ ആദ്യമൊക്കെ 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതേസമയം 11ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അത് നീച രാശിയിലാണ്, 10ലേക്കാണ് ആ ശുക്രൻ രാശി മാറുന്നത്. അപ്പോൾ വർക്കിനനുസരിച്ച് നമുക്ക് വർക്ക് ലോഡ് കൂടുന്നു, വർക്ക് പ്രഷർ കൂടുന്നു, പക്ഷെ അതിനനുസരിച്ച് ധനം കിട്ടുന്നില്ല എന്ന ഒരു തോന്നൽ ഈ സമയത്ത് ഉണ്ടാകും. അപ്പോൾ ധനവരവിന് ഒരു വേഗതക്കുറവ് നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതേസമയം ചിലർക്ക് അവർ പ്രതീക്ഷിക്കാത്ത ചില മേഖലയിൽ നിന്ന് ധനം കിട്ടുന്നതിനും സാധ്യതയുണ്ട്. 2ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിലാണ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലായിട്ടുള്ള പ്ലാനിങ് ഒക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ്. കയ്യിൽ കാശ് വരും, പക്ഷേ അത് സ്പെൻഡ് ചെയ്യുന്നൊരു ഹാബിറ്റ് ഉണ്ടാകും. അപ്പോൾ കഴിവതും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. ധനവരവിലും ധനച്ചെലവിലും ഒക്കെ തന്നെ ഒരു അവലോകനം ഈ സമയത്ത് നടത്തുന്നത് നല്ലതാണ്. അങ്ങനെ നടത്തി പോകുന്നവർക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ കഴിയും. പ്രത്യേകിച്ച് 2ലൊക്കെ ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ നമുക്ക് പ്രായോഗികമായിട്ടുള്ള രീതിയിലൂടെ നമുക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ കഴിയും. ആവശ്യമില്ലാത്ത ചെലവുകളൊക്കെ ചുരുക്കി സമ്പാദ്യം കൂട്ടാനുള്ള ശ്രമം ഈ കൂറുകാർക്ക് ഉണ്ടാകും. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം അങ്ങനെ നോക്കാം. 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആഗസ്റ്റ് 4 വരെ 7 തന്നെയാണ്. ശേഷം 21 വരെ 8ലാണ്. അതിനുശേഷം ആ ബുധൻ 10ലേക്ക് 9ലേക്ക് രാശി മാറും. അപ്പോൾ 5ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7 ആണ്. അപ്പോൾ ആദ്യ വാരവും അവസാനത്തെ വാരവും വിവാഹ ആലോചനകൾ ഉണ്ടായെന്ന് വരാം. ചിലർക്ക് മുമ്പ് വന്ന ആലോചന വീണ്ടും വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രൻ നീചരാശിയിലാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആലോചന വന്നാൽ തന്നെ അതിലൊക്കെ ഒരു കെയർ വേണം. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7ലായതുകൊണ്ട് ഇപ്പോൾ പ്രണയബന്ധം, ആ പ്രണയബന്ധം വഴി ചിലപ്പോൾ ആ പ്രണയബന്ധമൊക്കെ വിവാഹത്തിൽ എത്തിപ്പെടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ദാമ്പത്യ ബന്ധം ചിന്തിക്കുമ്പോൾ പൊതുവേ ആദ്യവാരം അവസാനത്തെ വാരമൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. എങ്കിലും ചൊവ്വ 12ാം ഭാവാധിപനായിട്ടാണ് 7 നിൽക്കുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പം ഉണ്ടാക്കിയെന്ന് വരാം. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം. 12ാം ഭാവാധിപനാണ് 7 നിൽക്കുന്നത്. അത് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ദാമ്പത്യ ബന്ധത്തിൽ ഒരു സുഖക്കുറവ് ഉണ്ടാക്കിയേക്കാം എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ കുജൻ്റെ 7ലെ സ്ഥിതി പ്രത്യേകിച്ച് ദമ്പതിമാർക്കിടയിൽ ചെറിയ തർക്കങ്ങൾ, തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നതിനിടയാക്കും. കുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 2ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ സംസാരത്തിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2ാം ഭാവാധിപനായ ശനി 4ൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനാണ്. എങ്കിലും 2ലും 4ലും ഒക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ്. അതുപോലെ 4ൽ ശുക്രൻ്റെ ഉച്ചദൃഷ്ടിയുള്ള സമയമാണ്. അതുപോലെ തന്നെ കൂടാതെ രവി, ബുധൻ, കുജനൊക്കെ 2ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൽ ധനം, അതുപോലെ വിവാഹം, ഇവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ്. വീട് മോടി പിടിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട്. സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 4ാം ഭാവാധിപനെ ഗുരു ദൃഷ്ടി ചെയ്യുന്നു, ശുക്രൻ 4ൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഭവനമൊക്കെ മോടി പിടിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുന്നതിനോ വീട് മാറുന്നതിനോ ഒക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവേ നമ്മൾ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയമാണ്. നമ്മുടെ ഡൊമസ്റ്റിക് എൻവയോൺമെൻ്റൊക്കെ പൊതുവെ പീസ്ഫുൾ ആകുന്ന സമയം എന്ന് തന്നെ പറയാം. കുടുംബത്തിലെ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. സംസാരത്തിൽ പക്ഷേ നമ്മൾ അല്പം കെയർ വേണം, സംയമനം വേണം. അങ്ങനെ നമ്മൾ സംസാരത്തിലൊക്കെ ഒരു സംയമനമൊക്കെ പാലിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം കുടുംബ ജീവിതം സുഖകരമാകും എന്ന് തന്നെ പറയാം. ആഗസ്റ്റ് 7, 8, 11, 12, 20, 21, 22 ഈ തീയതികൾ ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർ അതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ
ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് ധനു കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമാണ്. ഇത് ഒരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത്. ഇപ്പോൾ ഈ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് കൂറിൽ പെട്ടവരായാലും ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് ധനു ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫലം അവരുടെ കൂറിൻ്റെ ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരു ഗോചര ഫലം ചന്ദ്രാൽ മാത്രം ചിന്തിച്ചാൽ പോരാ, ലഗ്നാലും ചിന്തിക്കണം. അപ്പോൾ ധനു ലഗ്നം വന്നിട്ടുള്ള ഏത് നക്ഷത്രക്കാർക്കും ആ നക്ഷത്രത്തിൻ്റെ ഫലത്തോടൊപ്പം ഈ ലഗ്നഫലം, ധനു ലഗ്നത്തിൻ്റെ ഫലം അവരെ സ്വാധീനിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ധനുകൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. അപ്പോൾ ധനുകൂറിൽപ്പെടുന്ന ചിലർക്ക് മാത്രം ധനു ലഗ്നം വരാം, മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശികൾ വരാം. അപ്പോൾ ധനു ലഗ്നമല്ലാതെ ഈ കൂറുകാർക്ക് മറ്റു ലഗ്നരാശിയാണ് വന്നിട്ടുള്ളതെങ്കിൽ അവർ അവരുടെ ലഗ്നരാശി ഏതെന്നറിയണം. ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ആഗസ്റ്റ് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുള്ളൂ. ഇതെല്ലാം നമ്മൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി വെച്ചുള്ളൊരു ഫലമാണ്. അതേസമയം നമ്മളെ ജാതകത്തിൽ ഇപ്പം നടക്കുന്ന ദശ അപകാരം ഛിദ്രമൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇപ്പം നടക്കുന്ന ദശ അപകാരം ഛിദ്രമൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടേതാണോ എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിലെ ഏറ്റക്കുറച്ചിലുണ്ടാകും. പക്ഷെ അതൊക്കെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.